മൈലാഞ്ചിയാണെന്ന് കരുതി ചന്ദനമരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റിയ കരാർ തൊഴിലാളികൾ ഇപ്പോൾ ആകെ പൊല്ലാപ്പിലായിരിക്കുകയാണ്. അതും തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുള്ള ചന്ദനമരമാണ് നവീകരണത്തിനെത്തിയ തൊഴിലാളികൾ അബദ്ധത്തിൽ അങ്ങ് വെട്ടിമാറ്റിയത്. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വെട്ടിമാറ്റപ്പെട്ട ചില്ലകൾ മഹസറിൽ രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ സ്റ്റോർ റൂമിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇന്ദുലേഖ രേണു വിവരങ്ങൾ നൽകും. ഇന്ദു, ഇത് വല്ലാത്തൊരവസ്ഥയായി പോയല്ലേ? ശരിക്കും ഇവർ അറിഞ്ഞിട്ടില്ലായിരുന്നു, ഒരു അബദ്ധം പറ്റിപ്പോയതാണ് എന്ന് അവിടെ ദേവസ്വം ബോർഡിലുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആസ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ടോ? ശരിക്കും എങ്ങനെയാണ് ഈ അബദ്ധം സംഭവിക്കുന്നത്? പൂജ, നമ്മളിപ്പോൾ ഇത് ചിരിച്ചുകൊണ്ട് പറയെങ്കിലും സംഭവം ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇതിൽ നിന്നൊന്ന് ഊരിപ്പോരാൻ. അബദ്ധം പറ്റിയതാണ്, ആകെ പൊലിവാല് പിടിച്ചിരിക്കുകയാണ് കരാറുകാരനും അതുപോലെ തന്നെ തൊഴിലാളികളും എന്ന് പറയാം. നമുക്കറിയാം, ഈ ചന്ദനമരം അങ്ങനെ പെട്ടെന്ന് സുലഭമായി നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്തോ അപ്പുറത്ത് തൊടിയിലോ ഒന്നും കാണാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ മരം എങ്ങനെ ഇരിക്കുമെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകൾ എങ്ങനെയാണെന്നോ തിരിച്ചറിയാനുള്ള കഴിവ് ഒരു സാധാരണക്കാരന് പെട്ടെന്ന് ഉണ്ടാവണമെന്നില്ല. മാത്രമല്ല, ഈ ചന്ദനമരത്തിൻ്റെ ഇലകൾ വളരെ ചെറുതാണ്, കുഞ്ഞിതാണ്. അത് കാണുമ്പോൾ മൈലാഞ്ചി മരത്തിൻ്റെ ഇലകളോട് ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ ഒരു സാമ്യതയൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ക്യാൻറ്റീന് കുറച്ച് നാളായി അടച്ചു കിടക്കുകയാണ്. അതിൻ്റെ ഒരു മെയിൻ്റനൻസ് പണിക്ക് വേണ്ടി എത്തിയതായിരുന്നു ഈ കരാറുകാരനും തൊഴിലാളികളും. മാത്രമല്ല, ഈ ചന്ദനമരം ഇതിന് ഈ ക്യാൻറ്റീനോട് തൊട്ടടുത്തായാണ് നിന്നിരുന്നത്. അതിൻ്റെ ഒരു ശിഖരം പൊട്ടി ഇങ്ങനെ അടർന്ന് വീഴാറായ പാകത്തിന് ഈ ക്യാൻറ്റീനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. ഈ ശിഖരം വീണ് തന്നെ ക്യാൻറ്റീൻ്റെ ഒരു ഷീറ്റ് വരെ പൊട്ടിയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അറ്റകുറ്റപ്പണിക്കായിട്ട് എത്തിയത്, അതായത് അതിൻ്റെ ഡ്രെയിനേജ് ഒക്കെ പൊട്ടിക്കിടക്കുകയും പെരിച്ചാഴിശല്യം ഒക്കെ ആയിട്ട് ക്യാൻറ്റീൻ അത്യാവശ്യം മോശം അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. അപ്പം മൊത്തത്തിലൊന്ന് നന്നാക്കാനായി എത്തിയതായിരുന്നു. അപ്പം ഷീറ്റൊക്കെ ഇങ്ങനെ പൊട്ടി വീഴാറായ അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ശിഖരം മുറിച്ചു മാറ്റുന്നതാണ് നല്ലതെന്ന് കരുതി തൊഴിലാളി സാർ, ഞാൻ ഈ മൈലാഞ്ചി മരത്തിൻ്റെ ശിഖരം മുറിക്കുകയാണ് എന്ന് കരാറുകാരനോട് പറഞ്ഞിട്ട് അതങ്ങ് മുറിച്ചു മാറ്റുകയായിരുന്നു. ഇന്നലെ രാവിലെ ഒരു 8 മണിയോട് കൂടിയാണ് ഈ ശിഖരം മുറിച്ചു മാറ്റുന്നത്. അതിനുശേഷം പിന്നീടാണ് അറിയുന്നത് ഇത് മൈലാഞ്ചി മരമല്ല ചന്ദനമരമാണെന്ന്. അപ്പോൾ തന്നെ ആളുകളെത്തി, അധികൃതരെത്തി ഇത് പെട്ടെന്ന് സ്ട്രോങ് റൂമിലേക്ക് ഇതിൻ്റെ മുറിച്ചു മാറ്റിയ ശിഖരങ്ങളൊക്കെ മാറ്റുകയുണ്ടായി. എന്തായാലും കേസാവും, കാരണം ഇത് ചന്ദനമരമാണല്ലോ മുറിച്ചത്. നിയമപ്രകാരം ഇത് മുറിക്കാൻ പാടില്ലാത്തതാണ്. എന്തായാലും കരാറുകാരനും ഓവർസിയർക്കും എയ്ക്കും അതുപോലെ തന്നെ മുറിച്ച ആൾക്കുമെതിരെ മഹസറൊക്കെ തയ്യാറാക്കി അവരൊക്കെ കേസിൽ ഉൾപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ചെറിയ തോതിലൊന്ന് ഭയപ്പെട്ടിരിക്കുകയാണ്. മനഃപൂർവ്വം ചെയ്തതല്ല എങ്കിൽ കൂടെ ഒരു നല്ല കാര്യത്തിന് ജോലി ചെയ്യാൻ വന്നിട്ട് ചന്ദനം മുറിച്ച കേസിൽ പ്രതികളാകുമോ എന്നൊരു ഭയം അവർക്കുള്ളിലുണ്ട്. പക്ഷേ അവിടെ ഉള്ളവർക്കെല്ലാം അറിയാം ഇവരിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. കാരണം നമുക്ക് അറിയാമല്ലോ, പട്ടാപ്പകല് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഇടത്ത് കയറി ചന്ദനമരം മുറിച്ചു മാറ്റത്തക്ക രീതിയിലുള്ള ധൈര്യമോ വിഡ്ഢിത്തമോ ഒന്നും ആ കരാറുകാരനോ ജോലിക്കാർക്കോ അല്ല. അപ്പം അബദ്ധത്തിൽ മുറിച്ചു മാറ്റിയതാണ്. അത് അവിടെ എല്ലാവരെയും തന്നെ പറഞ്ഞ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത് കേസാകും. പക്ഷെ അത് മുന്നോട്ട് ഏത് തരത്തിൽ പോകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം പൂജ. എന്തായാലും പറഞ്ഞ പോലെ തന്നെ ചെറുതായി പുലിവാലി പിടിച്ചിരിക്കുകയാണ്. ശരിയാണ്. എന്തായാലും അബദ്ധത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. മൈലാഞ്ചി ചെടിയുടെ ചില്ലകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ വെട്ടിമാറ്റിയത് ചന്ദനമായിരുന്നു. മിഥുല് പറയുന്നുണ്ട്, ചായക്കടയാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയവൻ്റെ അവസ്ഥ പോലെയായി എന്നുള്ളതാണ്. ചേട്ടാ, നമ്മളിത് പറയുമ്പോഴത്തേക്കും ഇന്ദു പറഞ്ഞതുപോലെ നമുക്ക് ചെറിയൊരു ചിരിയൊക്കെ വരും, തമാശയായിട്ടൊക്കെയാണ് തോന്നുന്നത് എങ്കിൽ പോലും കരാറുകാരെ ഉൾപ്പെടെ സംബന്ധിച്ച തൊഴിലാളികളെയൊക്കെ സംബന്ധിച്ച് അവരാകെപ്പാടെ ഒരു പുലിവാല് പിടിച്ചിരിക്കുകയാണ്. കേസാകും, അതിന് പിന്നാലെ നടക്കേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ മുറിച്ചു മാറ്റാൻ പാടില്ലാത്തതാണ്. പക്ഷേ അബദ്ധത്തിൽ മുറിച്ചു മാറ്റിപ്പോയി, അത് അബദ്ധമാണെന്ന് അറിയാമെങ്കിൽ പോലും കേസിന്റെ പിന്നാലെ നടക്കേണ്ടി വരും എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചുള്ളൊരു കഷ്ടപ്പാട്. ഇന്ദുലേഖയാണ് കാര്യങ്ങൾ പറഞ്ഞത്.